നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പോലീസിലുണ്ട് അവൾക്ക് ഫേവർ ചെയ്യുന്ന ആളുകൾ. ഒരു കേസിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവാൻ പാടില്ലാത്തതാണ്. ചാർജ് ഷീറ്റ് വായിപ്പിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് വ്യക്തമായിട്ട് അറിയണമല്ലോ. പോലീസിനെ നേരിട്ട് കണ്ട് സംസാരിച്ചോളാം. എന്താ അത് വേണം വിഷ്ണു, അല്ലാതെ ഇതിനൊരു പരിഹാരം ഉണ്ടാവില്ല. നമുക്ക് നോക്കാം, വിഷമിക്കാതിരിക്കും. നന്ദ, മന്നെ നന്ദ, എന്തൊക്കെ പറഞ്ഞാലും ശരി, നീ അവളെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നേ പറ്റൂ. മുത്തശ്ശിക്ക് വേറെന്തെങ്കിലും പറയാനുണ്ടോ? എനിക്കിപ്പോ എന്റെ കൊച്ചുമോനോട് വേറൊന്നും ആവശ്യപ്പെടാനില്ല. ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങള് വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തിയിട്ട് മുത്തശ്ശിക്ക് എന്ത് സുഖ കിട്ടുന്നേ? നിന്റെ ഭാര്യയാണ് ശരണ്യ. അവളെ ഓർക്കാൻ നിനക്ക് വയ്യെന്നോ? അത് കൊള്ളാലോ. വിവാഹം കഴിച്ച പെണ്ണിനെ ചുമ്മാ അങ്ങോട്ട് തള്ളിക്കളയാൻ പറ്റുമെന്നാണോ നീ വിചാരിച്ചിരിക്കുന്നേ? ഞാനൊന്നും കരുതിയിട്ടില്ല. എനിക്ക് സ്വസ്ഥത വേണം, സ്വതന്ത്രമായിട്ട് എനിക്ക് കഴിയണം. ഇങ്ങനെ എല്ലാവരും കരുതിയാൽ ഈ ലോകത്ത് ആർക്കും ദാമ്പത്യ ജീവിതം ഉണ്ടാവില്ലല്ലോ. നീ ഒരു കാര്യം ചെയ്യ്, അവളെ ഫോണിലൊന്ന് വിളിക്കടാ മോനെ. എനിക്കതിന് സൗകര്യപ്പെടില്ല. ആ നിലപാട് ഒട്ടും ശരിയല്ല. എന്റെ വാക്കിന് നീ തീരെ വില കൽപ്പിക്കില്ലെന്നാണോ? അതല്ല മുത്തശ്ശി ഞാൻ പറഞ്ഞത്. എനിക്കൊരു പോളിസിയുണ്ട്, അതിനനുസരിച്ച് ഞാൻ എന്ത് കാര്യം ചെയ്യും. മനസ്സാക്ഷിക്കനുസരിച്ച് വേണം മനുഷ്യൻ പ്രവർത്തിക്കേണ്ടത്. എത്ര നിസ്സാരായിട്ടാ രാത്രിക്ക് രാത്രി ഒരു പെണ്ണിനെ ഇറക്കി വിടുന്നത്. ഞാനാരെ ഇറക്കി വിട്ടിട്ടില്ല. തോന്നിയതുപോലെ പെട്ടിയെടുത്ത് അങ്ങോട്ട് ഇറങ്ങി പോവുക. പല തവണയായി ഇതിങ്ങനെ ആവർത്തിക്കുന്നു. ഞാനൊരാണല്ലേ, എത്ര കാലം ഞാൻ ഇതൊക്കെ സഹിക്കണം? എനിക്കും ഇല്ലേ മനസ്സും വികാരങ്ങളും ഒക്കെ. അരുതാത്തത് കണ്ടാലും കേട്ടാലും എന്റെ മനസ്സും വേദനിക്കും. മനസ്സ് നുറുങ്ങിയിരിക്കുമ്പോ വീണ്ടും വീണ്ടും അവിടെ കുത്തി നോവിച്ചാൽ ഞാനും ഏത് രീതിയിലും പ്രതികരിക്കും. അത് മനസ്സിലാക്കാതെ വീട് വിട്ട് ഇറങ്ങി പോകുന്നവരോട് എനിക്കൊരു സഹതാപവുമില്ല. നന്ദ, ഭാര്യയും ഭർത്താവും ആണെങ്കിലും രണ്ടുപേരും രണ്ട് വ്യക്തികളാണ്. വ്യത്യസ്ത കുടുംബങ്ങളിൽ വ്യത്യസ്ത രീതികളിൽ വളർന്നവരാണ്. രണ്ടുപേർക്കും വേറെ വേറെ ചിന്തകളും വികാരങ്ങളും ഉണ്ടായിരിക്കും. വിവേചന ബുദ്ധി ഉപയോഗിച്ച് സ്നേഹവും വിശ്വാസവും കൊണ്ട് ചിന്തകളും വികാരങ്ങളും സൗമ്യത വരുത്തിയെടുക്കണം. അപ്പോഴാണ് ഭാര്യയും ഭർത്താവും ഒന്നാകുന്നത്. അല്ലാത്ത പക്ഷം അത് രണ്ടായി തന്നെ നിൽക്കും. മോനെ, നിന്റെ സ്വാതന്ത്ര്യം കരുതലും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള സമയത്താണ് നീ അവളെ കൈവിട്ട് കളഞ്ഞിരിക്കുന്നത്. അവൾ ഇവിടുന്ന് ഇറങ്ങിപ്പോയപ്പം അവളുടെ കണ്ണുകളിൽ പൊടിഞ്ഞത് ചോരയാണെന്നാ എനിക്ക് തോന്നിയത്. അത്രയ്ക്ക് ചങ്ക് തകർന്ന അവൾ ഇവിടുന്ന് പോയിരിക്കുന്നത്. അവളെ ചെന്ന് തിരികെ വിളിച്ചു വരുന്നത് കൊണ്ട് നിനക്കൊരു നഷ്ടവും വരാനില്ല നന്ദൂട്ടാ. വെറുതെ സ്ത്രീശാപം മേടിക്കരുത് മോനെ, കരിഞ്ഞു പോകും. കരിഞ്ഞു പോകുന്നെങ്കിൽ പോട്ടെ. ശാപമേൽക്കാൻ പാകത്തിന് ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല. നീ ഇറക്കി വിട്ടില്ലെങ്കിൽ പിന്നെ രണ്ടാമതിനുള്ള ഇറങ്ങിപ്പോയത്. അല്ലെങ്കിൽ മനസ്സ് കുത്തിക്കീറും വിധം കടുത്ത വാക്കുകൾ കൊണ്ട് നീ അവളെ മുറിവേൽപ്പിച്ചിട്ടുണ്ടാവും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നും സംഭവിച്ചിട്ടില്ലേ നന്ദ? നീ എന്നോട് സത്യം പറ, സംഭവിച്ചിട്ടില്ലേ? കൊലപാതകിയുടെ മകളോടൊപ്പം ജീവിക്കാൻ തയ്യാറല്ലെന്ന് ഞാൻ പറഞ്ഞു. ആ പറഞ്ഞതിൽ ഒരു തെറ്റും ഞാൻ കാണുന്നില്ല. ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവളുടെ അമ്മ ഒരു കൊലപാതകിയാണ്. നിന്റെ അമ്മ ഇതുപോലൊരു കുരുക്കിൽ പെടുമ്പോൾ അവള് നിന്നോട് ഇതുപോലെ പറഞ്ഞാൽ എന്തായിരിക്കും നിന്റെ മാനസികാവസ്ഥ? അത് നിനക്ക് ഓർക്കാൻ പോലും പറ്റുന്നില്ലല്ലേ? സ്വന്തം നിലയ്ക്ക് സംഭവിക്കുമ്പോഴേ
അതൊക്കെ മനസ്സിലാകത്തുള്ളൂ. സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൽപ്പെട്ടാണ് ഓരോരോ വിപത്തുകൾ വന്നുപെടുന്നത്. അതിനൊപ്പിച്ച് ബന്ധങ്ങൾക്കൊന്നും മാറ്റം ഉണ്ടാവുന്നില്ല. ദേ, അമ്മ അല്ലാതാവുന്നില്ല, മകളല്ലാതാവുന്നില്ല, ഭാര്യ അല്ലാതാവുന്നുമില്ല. നീ ഒന്ന് മനസ്സിരുത്തി ചിന്തിക്കും മോനെ. അപ്പോ നീ ചെയ്ത തെറ്റെന്താണെന്ന് നിനക്ക് ബോധ്യാവും. മുത്തശ്ശി എന്തൊക്കെയാ അവനോട് പറയുന്നേ? അവനൊന്ന് സ്വസ്ഥമായിട്ടിരിക്കാൻ സമ്മതിക്കും. ഞാനല്ല, നീക കൂടിയാണ് ഇവന്റെ സ്വര്യം കെടുത്തുന്നത്. എത്ര ഉണർവ് ഉത്സാഹമുള്ള പയ്യനായിരുന്നു ഇവൻ. ഓജസ്സും തേജസ്സും ഒക്കെ പറ്റി ഇവൻ നിൽക്കുന്നത് കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. നിനക്കൊന്നും മനസ്സിലാവില്ലടി അതിന്റെയൊക്കെ എണ്ണം. മുത്തശ്ശിക്ക് മാത്രമേ ഉള്ളൊരു ദണ്ണം. ഈ ദണ്ണം എന്തിൻ്റെതാണെന്നേ ഞങ്ങൾക്കറിയാം. ബന്ധവും സ്വന്തവും കളഞ്ഞ് ശാപവാക്കും പറഞ്ഞ് ഇറങ്ങിപ്പോയവളെ പിന്നെ ആനയിച്ചു കൊണ്ടുവന്ന് ഇവിടെ കുടിയിരുത്താൻ പറ്റാത്തതിലുള്ള ദണ്ണോ അത്. നീ ഒറ്റയൊരുത്തിയാ ഈ വീട്ടിലുള്ള എല്ലാ ദുരിതങ്ങൾക്കും കാരണം. വിവാഹം കഴിഞ്ഞിട്ടും വീട്ടിൽ തന്നെ വന്ന് ജീവിക്കുന്നവൾ എവിടെയോ ഒരു ദുസ്സഹനമായിരിക്കും. സഹോദരന്റെ ഭാര്യയെ കൊനശകൾ മെനഞ്ഞുണ്ടാക്കി പുറത്തു ചാടിക്കാൻ ഒരുമിട്ട് നിൽക്കുന്നതും ഈ ദുസ്സഹനം തന്നെയായിരിക്കും. ഇവിടെ അത് തന്നെയാ സംഭവിച്ചിരിക്കുന്നത്. അതിന്റെയൊക്കെ വിജയം നീയൊക്കെ ആഘോഷിക്കുന്നതേ ഞാൻ അറിയുന്നുണ്ട്. ഇതിന്റെയൊക്കെ കണക്ക് തീർക്കുന്ന ഒരു ദിവസം വരും. കാത്തിരുന്നു. അതെ, അവൾ ഇവിടുന്ന് പോയി കിട്ടിയതേ സഹിക്കുന്നില്ല. ദേ, നീ മുത്തശ്ശി പറയുന്ന ഒന്നും കാര്യാക്കണ്ട. വയസ്സായതിന്റെ ഇതൊക്കെ ആയിരിക്കും. ഇവനെന്തോ മുത്തശ്ശിയുടെ ഉപദേശം സ്വീകരിച്ച മട്ടുണ്ടല്ലോ. മോളെ, എന്താ ഇത്ര ലേറ്റ് ആയത്? ഞാൻ എത്ര തവണ വിളിച്ചു, നീ ഫോൺ എടുത്തതേ ഇല്ല. എന്റെ ഉള്ളിലെത്തി നിനക്കറിയില്ലേ മോളെ? ഒരു വിവരം അറിയാതെ ഞാൻ എത്ര ടെൻഷൻ അടിച്ചു. ഒന്ന് വിളിച്ച് 2 വാക്ക് പറഞ്ഞ അത്രയ്ക്ക് ആശ്വാസം കിട്ടുമല്ലോ. എന്തായി മോളെ, ജാമ്യം കിട്ടിയോ? വിധിയെ തടഞ്ഞു നിർത്താൻ നമുക്കാർക്കും പറ്റില്ല. എന്തു വന്നാലും അനുഭവിച്ചല്ലേ പറ്റൂ. പിന്നെ നീ പറയാതിരുന്നിട്ട് എന്താ കാര്യം? ജാമ്യം കിട്ടിയില്ല അല്ലേ മോളെ? ഈശ്വര, ഞാനിനി എന്തു ചെയ്യും? ഞാൻ ആവുന്ന പോലെ ശ്രമിച്ചു. അവസാന നിമിഷം വരെ ജാമ്യം കിട്ടുന്ന തന്നെയായിരുന്നു എന്റെ പ്രതീക്ഷ. പക്ഷെ വിധി മറിച്ചായിപ്പോയി. മുത്തശ്ശൻ ഫോൺ വിളിക്കുമ്പോഴൊക്കെ എന്റെ ഉള്ളിലും തീയായിരുന്നു. ജാമ്യം കിട്ടാൻ മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് കാത്തിരിക്കുന്ന മുത്തശ്ശനോട് ജാമ്യം കിട്ടില്ല എന്ന് ഞാൻ എങ്ങനെ പറയും? അമ്മയ്ക്ക് ജയിലിലേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി വരുന്നു. എനിക്ക് മുത്തശ്ശനോട് പറയാൻ പറ്റുമോ? സ്വാമിനാഥൻ വക്കീൽ സ്ഥലത്ത് ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോ. സാർ എല്ലാ ഗൈഡൻസും തന്ന് തന്നെ എന്നെ വിട്ടത്. സ്വന്തം മകള് തന്നെ വാദിക്കുന്നത് കൊണ്ട് എന്തേലും പ്രശ്നം ഉണ്ടാവുമെന്ന് കരുതി വളരെ സീനിയറായ ഒരു അഡ്വക്കേറ്റിനെ എന്റെ ഒപ്പം വിട്ടിരുന്നു. കാലം ഇങ്ങനെ മനുഷ്യന്റെ കണക്ക് തെറ്റിച്ചാൽ എന്ത് ചെയ്യും? ഒരു കുട്ടി ജനിക്കുമ്പോ അച്ഛനും അമ്മയും ഒക്കെ സന്തോഷിക്കും. അവരാഗ്രഹിക്കുന്ന രീതിയിൽ നല്ലതുപോലെ വളർത്താമെന്ന് വിചാരിക്കും, സ്വപ്നം കാണും. പക്ഷേ ഒന്നും നടക്കില്ല. വിധി വരയ്ക്കുന്ന വഴിയേ പോണം. പോയല്ലേ പറ്റൂ. അല്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ജീവിതമുണ്ടാക്കി സന്തോഷിക്കുമ്പോ വിധി നമ്മളെ വലിച്ചു താഴെയിട്ട് ചവിട്ടും, എന്നിട്ട് ചിരിക്കും. മക്കളുടെയും കൊച്ചുമക്കളുടെയും ഒക്കെ കഷ്ടപ്പാടുകളും പതനവും കണ്ട് എന്നെ പോലെയുള്ളവർ നെഞ്ചുരുകി ചാകും.